بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وزد وبارك عليه. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا أكرم الخلق ما لمن ألوذ به سواك عند حلول للحديث العميم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يليق رسول الله جاهك بي إذا الكريم تحال لا باسمي منتقم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا نفس لا تقنطي من زلات عظمت إن الكبائر في الغفران كالأمام. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي يقسمك تأتي على حسب العصيان في القسم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والطف بعبدك في دارين إن له صبرا متى تدعوه الأهوال ينحزم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وذل صحبي صلاة منك دائمة على النبي بمنهل ومنسجم. مولاي صل وسلم
لم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين فهم أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مرنا حتى عذابا للباني ريح الصبا وأطراب العيسى للعيسي بالنعم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اوثل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة منا إلى حضرة نبينا مصطفى محمد صلى الله عليه وسلم وإلى حضرة سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ അല്ലാഹുവേ ഞങ്ങളുടെ ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ് ഹബീബായ മുത്തുനബി തങ്ങളുടെ തിരുഹളുറത്തിൽ വെച്ച് ഞങ്ങൾ നടത്തുന്ന ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളുടെ മൗലിദ് നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളുടെ സ്വലാത്ത് നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളുടെ ഖുർആൻ വഖഫ് നീ സ്വീകരിക്കണേ അല്ലാഹ് ഇങ്ങനെ ഒരു മജ്ലിസ് നടത്തുന്നത് പ്രിയപ്പെട്ട ഞങ്ങളുടെ ഉമ്മിയായ ലൈലുമ്മി അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണേ അല്ലാഹ് ആരോഗ്യം നൽകണേ അല്ലാഹ് ദീർഘായുസ് നീ നൽകണേ അല്ലാഹ് അവർ ചെയ്യുന്ന എല്ലാ ഖിദ്മകളും
അമലുകളും നീ സ്വീകരിക്കണേ അല്ലാ. ദുനിയാവിൽ ഒരുപാട് വിഷമങ്ങൾ ഞങ്ങൾക്കുണ്ട്, ഒരുപാട് രോഗങ്ങൾ ഞങ്ങൾക്കുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ ഞങ്ങൾക്കുണ്ട്, ഒരുപാട് വിഷമങ്ങൾ ഞങ്ങൾക്കുണ്ട്. പക്ഷേ അതിനിടയിൽ ചെറിയ ചെറിയ മഴത്തുള്ളികൾ പോലെ ഞങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷങ്ങളാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ കൈവിട്ടിട്ടില്ല, ഞങ്ങളോടൊപ്പമുണ്ട്. പടച്ചവനെ, ഈ താൽക്കാലികമായ ഭൂമിയിൽ നിന്നും എല്ലാ കളിതമാശകളും കഴിഞ്ഞ് ഞങ്ങൾ ഖബറിലേക്ക് ചെല്ലുമ്പോൾ അവിടുന്നാണല്ലോ ഞങ്ങൾ ചെയ്ത അമലുകൾ കൊണ്ട് ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുക. അല്ലാഹുവേ, നേടാൻ കഴിയുക ഞങ്ങളെ കയ്യിലൊന്നുമില്ല, ഞങ്ങൾ ശൂന്യമാണ്. അല്ലാഹുവേ, ഇതുപോലുള്ള സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും മാത്രമാണ് ഞങ്ങൾക്കുള്ള പ്രതീക്ഷ. അല്ലാഹുവേ, പ്രിയപ്പെട്ട ലൈലുമ്മി, അല്ലാഹുവേ, ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണേ അല്ലാ. എല്ലാ ഖുർആൻ വഖഫുകളും നീ സ്വീകരിക്കണേ അല്ലാ. അവരിലൂടെ എത്രയെത്ര ഖുർആനുകളാണ് പരിശുദ്ധ മദീന മുനവ്വറയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, ഒരു ഖുർആൻ വഖഫ് ചെയ്താൽ 1000 ഖുർആൻ വഖഫ് ചെയ്ത പ്രതിഫലമാണ് ഈ പരിശുദ്ധ മദീനയിൽ ലഭിക്കുന്നത്. ഒരു വഖത്ത് ജമാഅത്തായി ഒരു വഖത്ത് മസ്ജിദുൻ നബവിയിൽ നിസ്കരിച്ചാൽ 1000 പ്രതിഫലമാണ് നൽകുന്നത്. ഒരു റിയാൽ, ഒരു രൂപ റബ്ബേ പരിശുദ്ധ മദീന നിവാസികൾക്ക് നൽകിയാൽ 1000 രൂപ കൊടുത്ത പ്രതിഫലമാണ് ലഭിക്കുന്നത്. അത്രയും മനോഹരമായ മസ്ജിദുൻ നബവിയിലാണ് ഞങ്ങളിപ്പോൾ ഖുർആൻ വഖഫ് ചെയ്യുന്ന മജ്ലിസ് നടത്തുന്നത്. അല്ലാഹുവേ റബ്ബേ, ഞങ്ങൾ ഈ മജ്ലിസ് നടത്തുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിയായ റഹ്മത്തിന് വേണ്ടിയാണ്. അല്ലാഹുവേ, റഹ്മത്ത് എന്ന ഞങ്ങളെ സഹോദരിക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. അവിടുത്തെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. അല്ലാഹുവേ, നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. എല്ലാവിധ കണ്ണേറിൽ നിന്നും, ബല മുസീബത്തിൽ നിന്നും, സിഹ്റിൽ നിന്നും, ഷർറിൽ നിന്നും റബ്ബേ നീ കാവല് നൽകണേ അല്ലാ. അവരുടെ സമ്പത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അവരുടെ ദാമ്പത്യ ജീവിതത്തിലും നീ ബറക്കത്ത് നീ നൽകണം റഹ്മാനെ. പടച്ചവനെ, അവരുടെ പൊന്നുമോനും നീ ബറക്കത്ത് നൽകണേ അല്ലാ. അവരുടെ ജീവിതം ഐശ്വര്യമുള്ള ജീവിതമാക്കണേ അല്ലാ, ബറക്കത്തുള്ള ജീവിതമാക്കണേ അല്ലാ. മുത്തുനബി തങ്ങളെ ഹദറത്തിൽ വെച്ചാണ് ഞങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ ഉടനടി നീ സ്വീകരിക്കണേ അല്ലാ. അവരിറങ്ങിത്തിരിച്ചിരിക്കുന്ന മേഖലകളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഇരുവരും ഐക്യത്തോടുകൂടി ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണേ അല്ലാ. ബറക്കത്തും റാഹത്തും സന്തോഷവും നീ നൽകണം റഹ്മാനെ. ഖൈറിൻ്റെ ഹുലുകാര കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ, നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാവല് നീ നൽകണം റഹ്മാനെ. പടച്ചവനെ, അവരുടെ സ്ഥാപനത്തിന് നീ ബറക്കത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. വരുന്നവർക്കും വന്നു പോയവർക്കുമെല്ലാം സന്തോഷവും തൃപ്തിയും നൽകണേ അല്ലാ. അതെല്ലാം നൽകുന്നവൻ നീയാണല്ലോ അല്ലാ. പടച്ചവനെ, നിൻ്റെ ഖജനാവ് വിശാലമാണ്, നീ വിശാലമാക്കണേ അല്ലാ, നീ വിശാലമാക്കണം റഹ്മാനെ. സ്വർഗപ്പൂന്തോപ്പാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതം നീ സ്വർഗീയ ആരമമാക്കണേ അല്ലാ. പടച്ചവനെ, ഈമാൻ കുടിസായവരെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ. ഈ ദീനിനെയും ഇസ്ലാമിനെയും അതിൻ്റെ ശിആറുകളെയും വിശ്വസിച്ചും ഈമാനോടുകൂടി ഞങ്ങളുടെ ആത്മാവിനെ മെച്ചപ്പെടുത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ശരീരം പലതും പറയും, പലതും കൽപ്പിക്കും, അതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് ആത്മാവിനെ മെച്ചപ്പെടുത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ലൈലുമ്മിക്കും അതുപോലെ തന്നെ വാപ്പിക്കും റഹ്മാനെ നീ ആഫിയത്തും ആരോഗ്യം നൽകണേ അല്ലാ. റബ്ബേ, വാപ്പിയുടെ ജീവിതത്തിലും അവരുടെ ജോലിയിലും ബറക്കത്ത് നൽകണേ അല്ലാ. ശാരീരികമായ മാനസികമായ എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും നീ ആജിലായ കാമിലായ മുക്കമ്മിലായ ശിഫാ നൽകണേ അല്ലാ. നീ ഷിഫ നൽകണേ അല്ലാ, നീ ഷിഫ നൽകണേ അല്ലാ, ഷിഫ നൽകണേ അല്ലാ, നീ ഷിഫ നൽകണേ അല്ലാ, നീ ഷിഫ നൽകണം റഹ്മാനെ. പടച്ചവനെ, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും
റബ്ബേ ഞങ്ങളുടെ വാപ്പീനെ നീ പരിഹരിക്കണം റഹ്മാനെ. എല്ലാ പ്രശ്നങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ആർജവത്തോടുകൂടി, ആരോഗ്യത്തോടുകൂടി, ആഫിയത്തോടുകൂടി റബ്ബേ ഞങ്ങളെ നീ നിലനിർത്തണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് വന്നിരിക്കുന്ന രോഗങ്ങൾ കണ്ടാൽ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ജീവിതം തന്നെ അവസാനിച്ചു പോകുമെന്ന അവസ്ഥയിലാണ്. പക്ഷേ നീ അത്ര കാരുണ്യമുള്ളവനാണ്. ഞങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് രോഗങ്ങളുണ്ട്. മരണത്തെ കീഴ്പ്പെടുത്തുന്ന രൂപത്തിലുള്ള രോഗങ്ങൾ പോലും ഞങ്ങളെ മുമ്പിലുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്കൊരു തരി വിഷമങ്ങളുമില്ലാതെ സന്തോഷത്തോടെ കഴിയാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകി. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ. ചെറിയ ചെറിയ അമലുകൾ നീ വലിയ വലിയ പൂന്തോട്ടമാക്കി മാറ്റണം റഹ്മാനെ. അതുപോലെ തന്നെ റഹ്മാനെ റബ്ബേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പിയുടെ ഉമ്മയ്ക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ്സു നീ നൽകണേ അല്ലാ. പടച്ചവനെ, മരണപ്പെട്ടു പോയ ഉപ്പയുടെ ഖബറിലേക്ക് ഇതിൻ്റെ സന്തോഷം നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഖബർ നീ വിശാലമാക്കണേ അല്ലാ. പടച്ചവനെ, ഖബറുകൾക്ക് ഖിദ്മ ചെയ്ത ഉപ്പയാണ് അല്ലാഹുവേ. ആ ഉപ്പയുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ. ഈ ഖുർആനിൻ്റെ വഖഫിൻ്റെ ബറക്കത്ത് ആ ഉപ്പയുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ, നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ആ കുടുംബത്തിൽ നീ ഐശ്വര്യവും ബറക്കത്തും റാഹത്തും ഭക്ഷണത്തിലും ജീവിതത്തിലും യാത്രയിലും എല്ലാം നീ ബറക്കത്ത് നൽകണേ അല്ലാ. പ്രിയപ്പെട്ട പൊന്നുമോൻ അല്ലാഹുവേ, റഹ്മത്തിൻ്റെ പൊന്നുമോന് നീ ആഫിയത്തും ആരോഗ്യവും ഓർമ്മശക്തിയും നൽകി നല്ല മകനാക്കണേ അല്ലാ. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മകന് തുല്യമായ പ്രിയപ്പെട്ട മരുമകൻ അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മുഹമ്മദ് അല്ലാഹുവേ, പ്രിയപ്പെട്ട മുഹമ്മദ് കാക്കു നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നീ നൽകി. അവരുടെ മാതാപിതാക്കൾക്ക് നീ റാഹത്തും സന്തോഷവും നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ആ ഉമ്മയ്ക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ്സു നീ നൽകണം റഹ്മാനെ. പടച്ചവനെ, ആ ഉപ്പയുടെ ഖബറിലേക്കും ഈ സന്തോഷം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ, നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ, നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. പടച്ചവനെ, ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയവരും ഈ മജ്ലിസ് കൊണ്ട് പരിശുദ്ധ മദീന മുനവ്വറയിൽ നിന്നും സന്തോഷിക്കണം അല്ലാഹുവേ. ഈ പരിശുദ്ധ മദീനയിൽ വളരെ അദബോടുകൂടി ഉമ്മത്തീങ്ങൾക്ക് വേണ്ടി, സ്വാലിഹീങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഖിദ്മ ചെയ്യാൻ തൗഫീഖ് ഉടനീളം നീ നൽകണേ അല്ലാ, നീ നൽകണം റഹ്മാനെ. ബിഹഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പള്ളിക്കരയിലെ ഉമ്മ നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ആജിലായ ഷിഫാ നൽകണേ അല്ലാ. ഇനി ഒരു ഷർറിലോ ഒരു മുസീബത്തിലോ നീ പെടുത്തരുത് റഹ്മാൻ. അല്ലാഹുവേ, കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ പലപ്പോഴും ദുആ ചെയ്തു. അല്ലാഹുവേ, നീ ആജിലായ കാമിലായ ഷിഫ നീ പള്ളിക്കര ഉമ്മയ്ക്കും ഉപ്പയ്ക്കും നീ നൽകണം റഹ്മാനെ. ഒരു മുസീബത്തിലും നീ പെടുത്തരുത് റഹ്മാനെ. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നീ കാവൽ നീ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ഓരോ തിരക്കുകൾക്കിടയിലും മജ്ലിസുകൾക്കിടയിലും ആ ഉമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്തിരുന്നു. അല്ലാഹുവേ, പരിപൂർണമായ കാമിലായ ഷിഫ നൽകണേ അല്ലാ, നീ ഷിഫ നൽകണേ അല്ലാ, നീ ഷിഫ നൽകണേ അല്ലാ, നീ ഷിഫ നൽകണേ അല്ലാ. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الهوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ അല്ലാഹുവേ, ഞങ്ങളെ പ്രിയപ്പെട്ട റൗളത്തിന് അല്ലാഹുവേ നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ, ദീർഘായുസ്സു നീ നൽകണേ അല്ലാ. മെഡിസിനുകളെല്ലാം ഫലവത്താക്കണേ അല്ലാ. സാഹചര്യം കൊണ്ടുള്ള എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നീ ഈമാൻ കൊണ്ടും ക്ഷമ കൊണ്ടും നേരിട്ട് റബ്ബേ ലക്ഷ്യസ്ഥാനത്ത് എത്തി സന്തോഷം കൈവരിക്കാൻ നീ ആ സഹോദരിക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. പഠനത്തിലും മറ്റു എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു പ്രതിസന്ധിയും കൂടാതെ പരിഹാരം നൽകി വിജയം നൽകി റബ്ബേ, നീ തൗഫീഖ് നൽകി റബ്ബേ.
റാഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി സുഖപ്രസവം നീ നൽകണേ അല്ലാ, റാഹത്ത് നീ നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടത്തിലാക്കണേ അല്ലാ. അവരുടെ രണ്ടുപേരുടെയും ദാമ്പത്യ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, സന്തോഷം നീ നൽകണം റഹ്മാനെ. ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാവലും ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ടവർക്ക് നീ നൽകണേ അല്ലാ. എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അല്ലാഹുവേ, റൗളത്തിൻ്റെ സകല മേഖലകളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. പരിശുദ്ധ റൗള ഷരീഫ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ മദീനയിലെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബൈത്തും അവിടുത്തെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്വർഗപ്പൂന്തോപ്പിനെയാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൗള ഷരീഫ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മാ ബൈന ബൈതി വ മിമ്പരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. ആ പരിശുദ്ധമാക്കപ്പെട്ട നാമമാണ് യാ റസൂലല്ലാ ഞങ്ങളുടെ സഹോദരിക്കുള്ളത്. അല്ലാഹുവേ യാ റസൂലല്ലാ, അവിടുത്തെ തിരുനോട്ടം കൊണ്ട് ആ കുഞ്ഞിനെ റബ്ബേ ഖൈറായ വരവ് നൽകണേ അല്ലാ, റാഹത്തും സന്തോഷവും നീ നൽകണേ അല്ലാ. ബിഹഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم.